ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ തന്നെ MCB, MCCB എന്നീ ടോപ്പിക്കുകളാണ് ഇന്ന് കവർ ചെയ്യുന്നത്. എന്താണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്? സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഈസ് ആൻ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റഡ് ഇലക്ട്രിക്കൽ സ്വിച്ച് designed to protect an electrical circuit from damage caused by excess current from overload and short circuit. ഓവർലോഡ് കൊണ്ടും ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഉണ്ടായേക്കാവുന്ന കേടുപാടുകളിൽ നിന്നും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ചാണ് സർക്യൂട്ട് ബ്രേക്കർ. ഒരു ഇലക്ട്രിക്കൽ ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ എത്രയും പെട്ടെന്ന് വിഘടിപ്പിക്കുന്നതിന് വേണ്ടി സർക്യൂട്ട് ബ്രേക്കറുകൾ ഉപയോഗിക്കുന്നു. ഫ്യൂസിന് പകരമായി ഒട്ടുമിക്കയിടത്തും ഇപ്പോൾ വ്യത്യസ്ത സർക്യൂട്ട് ബ്രേക്കറുകളാണ് ഉപയോഗിച്ചു വരുന്നത്. താരതമ്യം ചെയ്യുമ്പോൾ ഫ്യൂസിനേക്കാൾ ചിലവ് കൂടുതലാണെന്നത് ഒഴിച്ചാൽ സർക്യൂട്ട് ബ്രേക്കറുകൾക്ക് ഗുണങ്ങളേറെയാണ്. ഓവർലോഡിലും ഷോർട്ട് സർക്യൂട്ടിലും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതിനാൽ കാര്യക്ഷമതയും സുതാര്യതയും സർക്യൂട്ട് ബ്രേക്കറുകളുടെ സവിശേഷതയാണ്. പവർ സപ്ലൈ ഫോൾട്ട് ഏരിയ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനാവുന്നു എന്നതും പവർ റിസ്റ്റോറേഷൻ കൂടുതൽ എളുപ്പമാണെന്നുള്ളതും സർക്യൂട്ട് ബ്രേക്കറുകളുടെ പ്രത്യേകതയാണ്. ആദ്യമായി MCBയെ കുറിച്ച് പഠിക്കാം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന MCB ലോ വോൾട്ടേജ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുകളിൽ ഫ്യൂസുകൾക്ക് പകരമായി ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സാണ്. MCB പ്രവർത്തിക്കുന്നത് ഓവർലോഡ് പ്രൊട്ടക്ഷന് വേണ്ടിയും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയുമാണ്. ഈ രണ്ട് പ്രൊട്ടക്ഷൻസ് സാധ്യമാകുന്നതിന് വേണ്ടി രണ്ട് വ്യത്യസ്ത അറേഞ്ച്മെൻറ്റുകളാണ് MCBയിൽ ഉള്ളത്. ഒന്ന് തെർമൽ എലമെൻറ്റും മറ്റൊന്ന് മാഗ്നറ്റിക് എലമെൻറ്റുമാണ്. ഇതിൽ തെർമൽ എലമെൻറ്റ് ഓവർലോഡ് പ്രൊട്ടക്ഷനും മാഗ്നറ്റിക് എലമെൻറ്റ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും സാധ്യമാക്കുന്നു. C16 ക്ലാസ് C എന്ന ഈ MCB 16 ആംപിയർ ഓവർലോഡ് കറണ്ട് റേഞ്ചിൽ പ്രവർത്തിക്കുന്ന MCBയെ സൂചിപ്പിക്കുന്നു. ടൈപ്പ് C MCBയാണ് C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ MCBയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കാണിക്കുന്നു. കേബിൾ ടെർമിനൽ, കോണ്ടാക്ട്സ്, ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ, കോയിൽ അസംബ്ലി, ബൈമെറ്റാലിക് തെർമോ എലമെൻറ്റ്, കേബിൾ ടെർമിനൽ, ആർക്ക് ചേംബർ. ഇനി എങ്ങനെയാണോ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ച് MCB പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MCBയുടെ തെർമൽ എലമെൻ്റായ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഓവർലോഡിൽ നിന്നുള്ള സംരക്ഷണവും MCBയുടെ മാഗ്നറ്റിക് എലമെൻ്റായ സോളിനോയിഡ് പ്ലഞ്ചർ മെക്കാനിസം ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുള്ള സംരക്ഷണവും സാധ്യമാക്കുന്നു. ആദ്യം തന്നെ തെർമൽ എലമെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം. ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പാണ് തെർമൽ എലമെൻ്റായി MCBയിൽ ഉപയോഗിക്കുന്നത്. എന്താണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ്? വ്യത്യസ്ത മെറ്റലുകൾ കൂട്ടിയോജിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു സ്ട്രിപ്പാണിത്. വ്യത്യസ്ത മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മെറ്റലുകളായിരിക്കണം. അതായത് താപത്തിനോട് പ്രതികരിക്കുന്ന വേഗത അല്ലെങ്കിൽ അളവ് രണ്ട് മെറ്റലുകൾക്കും വ്യത്യസ്തമായിരിക്കണം. സാധാരണയായി സ്റ്റീൽ ആൻഡ് കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ ആൻഡ് ബ്രാസ് കോമ്പിനേഷനാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പായി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു മെറ്റൽ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ലെങ്ത് വർദ്ധിക്കും അല്ലേ? അതെ, മെറ്റലിൻ്റെ ലെങ്ത്തിന് വ്യത്യാസം സംഭവിക്കുന്നു. ചില മെറ്റലുകളുടെ ലെങ്ത്തിന് കാര്യമായ മാറ്റം ഉണ്ടാവുകയും ചിലതിന് ചെറിയ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള രണ്ട് വ്യത്യസ്ത മെറ്റലുകൾ യോജിപ്പിച്ച് വെച്ച ഒരു സ്ട്രിപ്പ് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അതെ, ആ സ്ട്രിപ്പ് ബെൻഡ് ചെയ്യുന്നു. അതായത് രണ്ട് മെറ്റലുകൾക്കും വ്യത്യസ്ത രീതിയിൽ ലെങ്ത് ചേഞ്ച് സംഭവിക്കുമ്പോൾ അതൊരു ബെൻഡായി മാറുന്നു. ഓവർലോഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസ് മൂലം ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഈ വിധം ബെൻഡാവുന്നു. ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ഈ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇലക്ട്രിക്കൽ കണക്ഷനെ ഓപ്പൺ ആകുകയും സർക്യൂട്ട് ട്രിപ്പ് കണ്ടീഷനിലാവുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓവർലോഡിൽ നിന്നും MCB ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ചിത്രത്തിൽ ഓൺ പൊസിഷനിലുള്ള MCB കാണിച്ചിരിക്കുന്നു. റെഡ് കളറിൽ കാണുന്നതാണ് ആക്ച്വേറ്റർ നോബ്. ഗ്രീൻ ഡോട്ടഡ് ലൈൻ കറണ്ട് ഫ്ലോ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ബൈമെറ്റാലിക് സ്ട്രിപ്പും ക്ലോസ്ഡ് കോണ്ടാക്ട്സും ചിത്രത്തിൽ കാണാം. ചിത്രത്തിൽ ഓഫ് പൊസിഷനിലുള്ള MCB ആണ് കാണുന്നത്. ഇവിടെ വയലറ്റ് കളർ കോണ്ടാക്ട്സ് ഓപ്പൺ കണ്ടീഷനിലായിരിക്കുന്നത് കാണാം. ചിത്രത്തിൽ ട്രിപ്പഡ് പൊസിഷനിലുള്ള MCBയെ കാണുന്നു. ഓവർലോഡഡ് കണ്ടീഷനിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ആവുകയും കോണ്ടാക്ട്സ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓവർലോഡിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആവുന്നു. അടുത്തതായി ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം.
സോളിനോയിഡ് വിത്ത് പ്ലഞ്ചർ മെക്കാനിസം ഉപയോഗിച്ചാണ് ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ MCB പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ കറണ്ട് ക്രമാതീതമായി ഉയരുകയും സോളിനോയിഡ് കോയിൽ ആക്ടിവേറ്റഡ് ആവുകയും ചെയ്യുന്നു. കോയിൽ ഇലക്ട്രോമാഗ്നറ്റിക് കോയിലായി പ്ലഞ്ചറിനെ അട്രാക്ട് ചെയ്ത് ഡിസ്പ്ലേസ്ഡ് ആക്കുകയും ചെയ്യുന്നു. പ്ലഞ്ചറിൻ്റെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മൂലം കോണ്ടാക്ട്സ് ഓപ്പൺ ആവുകയും ഇലക്ട്രിക്കൽ സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ആയിത്തീരുകയും ചെയ്യുന്നു. ചിത്രത്തിൽ മാഗ്നറ്റിക് മെക്കാനിസത്തിൻ്റെ ഓപ്പറേഷൻ കാണിച്ചിരിക്കുന്നു. ഓൺ സ്റ്റേറ്റിൽ സോളിനോയിഡ് ആക്ടിവേറ്റഡ് അല്ല, ലിങ്ക് ക്ലോസ്ഡ് ആണ്. ഓഫ് സ്റ്റേറ്റിൽ സോളിനോയിഡ് ആക്റ്റീവ് ആണ്, ലിങ്ക് കോണ്ടാക്ട്സ് ഓപ്പൺ ആയിരിക്കുന്നതും കാണാം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകളിലെ ഓവർലോഡ് ട്രിപ്പ് ഇൻസ്റ്റന്റ് ട്രിപ്പിംഗ് മെക്കാനിസം അല്ല. 5 മുതൽ 10 സെക്കൻഡ് വരെ സമയമെടുത്താണ് തെർമൽ മെക്കാനിസം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായേക്കാവുന്ന 4 മുതൽ 10 മടങ്ങ് കൂടുതൽ കറണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സോളിനോയിഡ് പ്ലഞ്ചർ മെക്കാനിസത്തിൻ്റെ ആക്ഷൻ വളരെ പെട്ടെന്നായിരിക്കും. 20 മില്ലി സെക്കൻഡ്സ് ആണ് മാഗ്നറ്റിക് എലമെൻറ്റിൻ്റെ ട്രിപ്പിംഗ് ടൈം. ഇനി ടൈപ്സ് ഓഫ് MCB ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് D, ടൈപ്പ് E, ടൈപ്പ് Z and K. ടൈപ്പ് B MCB റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് ലോഡുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷനുകളിലാണ് ടൈപ്പ് B ഉപയോഗിച്ചു വരുന്നത്. ടൈപ്പ് C മെർക്കുറി സോഡിയം വേപ്പർ ലാമ്പ് ലൈറ്റിംഗ് ആപ്ലിക്കേഷനുകളിലും ഹൈ വാട്ടേജ് ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു. ടൈപ്പ് D വെരി ഹൈ ഇൻഡക്റ്റീവ് ലോഡുകളിൽ ഉപയോഗിക്കുന്നു. ടൈപ്പ് K ട്രാൻസ്ഫോമറുകളുടെയും ഇൻഡക്ഷൻ മോട്ടോറുകളുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് Z കമേഴ്ഷ്യൽ ആപ്ലിക്കേഷനുകളിലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. വാട്ട് ഡസ് പോൾ മീൻ ഇൻ എ സർക്യൂട്ട് ബ്രേക്കർ? സർക്യൂട്ട് ബ്രേക്കറുകളിൽ പോളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ഒരേ സമയം എത്ര വ്യത്യസ്ത സർക്യൂട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ, സിംഗിൾ പോൾ MCB സിംഗിൾ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഡബിൾ പോൾ MCB ഫേസിനെയും ന്യൂട്രലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഇപ്രകാരം നമ്പർ ഓഫ് പോൾസ് യഥാക്രമം എത്ര ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അടുത്തതായി MCCB എന്താണെന്ന് നോക്കാം. MCCB എന്നാൽ മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കറുകളാണ്. ഇതിൻ്റെ റേറ്റഡ് കറണ്ട് അപ് ടു 1600 ആംപിയർ വരെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.